നമ്മൾ മോര് കറിയുടെയും അതുപോലെ തന്നെ മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. മോര് കറി നമ്മൾ വെക്കുന്നത് വെള്ളരിക്ക വെച്ചിട്ടാണ്. വെള്ളരിക്ക ഒരിത്തിരി ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും ജീരകവും കൂടി ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് വെള്ളരിക്ക വെന്ത് കഴിയുമ്പോഴത്തേക്ക് അരപ്പ് അതിലേക്ക് ചേർക്കുക. പിന്നെ കുറച്ച് തൈരും കൂടി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതും ചേർക്കുക. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കൂടിയില്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് താളിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉലുവ, ചെറിയുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. അടുത്തതിന് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഉലുവ ഇട്ട് കൊടുക്കുക. ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേറൊരു ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് പുളിയാണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ വേകുമ്പോഴേക്കും അത് വാങ്ങുക കേട്ടോ. കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും.